BJP NDAയുടെ പ്രധാന സഖ്യകക്ഷികളിൽ ഒരു കൂട്ടരാണ് JDU എന്ന് പറയുന്ന പാർട്ടി. ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി. നിതീഷ് കുമാർ BJP വിടുന്നു അല്ലെങ്കിൽ NDA സഖ്യം വിട്ടുകൊണ്ട് എല്ലാ MP-മാർ ഉൾപ്പെടെ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്ന തരത്തിലുള്ള പല തരത്തിലുമുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ തന്നെ പല രീതിയിലൊക്കെ തന്നെ പലരും കേട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതിലൊന്നും തന്നെ യാതൊരുവിധ അർത്ഥമില്ല എന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും RJDയുടെയും ആ ഒരു സ്വപ്നം വെറുതെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ ഈ ഒരു മറുപടി ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് എന്ന് പറയേണ്ട രീതിയിലോട്ട് തന്നെയായിരുന്നു നിതീഷ് കുമാർ കടന്നാക്രമിക്കുന്ന തരത്തിൽ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ RJDയെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ ഒരു കളിയാണ് എന്ന് വേണമെങ്കിൽ പറയാം നിതീഷ് കുമാറിനെ തങ്ങളുടെ പക്ഷത്തേക്ക് വരുത്താം എന്നുള്ള ആ ഒരു നീക്കം. പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം RJDയുമായി ചേർന്നതിൽ 2 തവണ താൻ തെറ്റ് ചെയ്തതായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും ആവർത്തിച്ച് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. ലാലു പ്രസാദ് യാദവ് ഇന്ത്യൻ ബ്ലോക്ക് തന്നെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞതിന് ശേഷം JDU മേധാവി നിലപാട് വ്യക്തമാക്കിയിരുന്നു. നിതീഷ് കുമാറിൻ്റെ ഈ പ്രസ്താവന പ്രസാദിൻ്റെയും അതോടൊപ്പം തന്നെ ഇളയ തേജസ്വി യാദവിൻ്റെയും മുഖത്തേറ്റ അടിയാണെന്നാണ് BJPയുടെ ഗിരിരാജ് സിംഗ് തുറന്നടിച്ച് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ബ്ലോക്ക് തന്നെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് രാഷ്ട്രീയ ജനതാദൾ മേധാവി ലാലു പ്രസാദ് പറഞ്ഞതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് RJDയുമായി പോയതിൽ 2 തവണ തനിക്ക് തെറ്റുപറ്റിയെന്നും അത് ആവർത്തിക്കില്ലെന്നുമാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. RJD പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് മുൻകാല തെറ്റുകൾ ക്ഷമിക്കും എന്ന തരത്തിലായിരുന്നു. അതായത് ഒരു പ്രാദേശിക വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ പ്രസാദ് പറഞ്ഞത് അദ്ദേഹം നിതീഷ് കുമാർ ഞങ്ങളോടൊപ്പം ചേർന്നാൽ ഞങ്ങൾ തീർച്ചയായും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹത്തിൻ്റെ മുൻകാല തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളോടൊപ്പം നിർത്തുകയും ചെയ്യുമെന്നായിരുന്നു. ഞങ്ങൾ ഇരുന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഓരോ തവണയും ഞങ്ങൾ ശരിയായ തീരുമാനം എടുക്കുമെങ്കിലും അദ്ദേഹത്തിന് ശരിയായ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ഒളിച്ചോടുകയും സഖ്യം വിടുകയും ചെയ്യുന്നുവെന്നുമായിരുന്നു പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. നിതീഷ് കുമാറിന് വശങ്ങൾ മാറുന്ന ചരിത്രമുണ്ടെന്നും ഇതുവരെ അദ്ദേഹം 4 തവണ അത് ചെയ്തിട്ടുണ്ടെന്നുമാണ് പറയുന്നത്. BJPയുമായുള്ള 17 വർഷത്തെ സഖ്യം അവസാനിപ്പിച്ചതിന് ശേഷമാണ് 2013 അദ്ദേഹം ആദ്യമായി പാർട്ടി മാറിയത്. 2015 RJDയുമായി സഖ്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എന്നിരുന്നാലും RJDയുടെ തേജസ്വി യാദവിനെതിരായ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് 2017 അദ്ദേഹം സഖ്യം ഉപേക്ഷിച്ച് BJPയിലേക്ക് മടങ്ങുകയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുമായി മത്സരിച്ചു. 2022 നിതീഷ് കുമാർ വീണ്ടും NDA വിട്ട് RJDയുമായി കൈകോർത്തു. 2024 ജനുവരിയിൽ അദ്ദേഹം വീണ്ടും RJD വിട്ട് BJPയുമായി ചേർന്ന് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. എന്തായാലും നിതീഷ് കുമാർ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിനും RJDക്കും കനത്ത തിരിച്ചടി തന്നെയാണ് നിതീഷ് കുമാർ നൽകിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാരണവശാലും BJP വിട്ട് നിതീഷ് കുമാർ പോകത്തില്ല എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള മറുപടി തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. കാരണം ഈ ഒരു കാര്യം നിതീഷ് കുമാർ ഇപ്പോൾ മറുവശത്തേക്ക് പോകുമെന്നുള്ള കാര്യം തന്നെ ശരിക്കും മണ്ടത്തരം തന്നെയാണ് നിതീഷ് കുമാർ അങ്ങനെ ചെയ്താൽ തന്നെയും. കാരണം നിതീഷ് കുമാറിന് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല, പകരം നഷ്ടങ്ങൾ മാത്രമേ അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകത്തുള്ളൂ എന്ന് ചിന്തിക്കാൻ ബോധമുള്ള ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഭരണപക്ഷത്ത് നിൽക്കുന്ന നിതീഷ് കുമാർ പ്രതിപക്ഷത്ത് പോയി കഴിഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ MP-മാർ ഉൾപ്പെടെ പോയി കഴിഞ്ഞാൽ പോലും BJPക്ക് നിലവിലൊരു ചുക്കും സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ NDA സർക്കാരിന് നിലവിലൊരു ചുക്കും സംഭവിക്കത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് നിതീഷ് കുമാറിന് നല്ല രീതിയിൽ അറിയാം. അതുമാത്രമല്ല ഇനിയും ഈ പറയുന്ന തരത്തിൽ മറുകണ്ഠം ചാടുന്ന ഒരു തരം നീക്കം നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നവർ തന്നെ നിതീഷ് കുമാറിനെ കാലുവാരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ബീഹാറിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ പരാജയമാകുന്ന തരത്തിലോട്ട് നിതീഷ് കുമാർ മാറുകയും ചെയ്യുമെന്നുള്ളത് നിതീഷ് കുമാറിന് വ്യക്തമായിട്ടറിയാം. കാരണം BJP നിലവിൽ ബീഹാറിൽ വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞ ഒരു പാർട്ടിയാണ്. ആ
ആ പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് നിതീഷ് കുമാറിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരുപോലെ മുന്നേറാൻ സാധിക്കും. അതല്ല എങ്കിൽ ഉറപ്പായിട്ടും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായിട്ടുള്ള JDU ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവിടെ BJP എല്ലാ അർത്ഥത്തിലും ശക്തി പ്രാപിച്ചുകൊണ്ട് തങ്ങളുടെ പാളയത്തിലുള്ളവരെ പോലും BJPയിലേക്ക് എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ BJP വിട്ട് അല്ലെങ്കിൽ NDA സഖ്യം വിട്ടുകൊണ്ട് ഇനി എന്തായാലും നിതീഷ് കുമാർ മറുവശത്ത് ചാടുമെന്നുള്ളതൊക്കെ വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ. അത് തന്നെയാണ് ഇപ്പോൾ നിതീഷ് കുമാർ തുറന്നടിച്ച് പറഞ്ഞത് തന്നെയും. 2 തവണ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നുള്ള തരത്തിൽ, അതായത് RJDയിലേക്ക് പോയി എന്നുള്ള ആ ഒരു ഇത് അത് ഇനി ആവർത്തിക്കത്തില്ല എന്ന് തുറന്നടിച്ച് തന്നെ നിതീഷ് കുമാർ ഇതിപ്പോൾ ഒരു തവണയല്ല, ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയുകയായിരുന്നു നിതീഷ് കുമാർ വീണ്ടും ചെയ്ത കാര്യമെന്ന് പറയുന്നത്. നിതീഷ് കുമാറിൻ്റെ ഈ ഒരു പ്രസ്താവന അത് ശരിക്കും പറഞ്ഞാൽ ലാലു, തേജസ്വി യാദവ് എന്നിവരുടെ മുഖത്ത് ഒരു അടി കൊടുക്കുന്ന തരത്തിലായിരുന്നു എന്നും കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ഗിരിരാജ് സിംഗ് തുറന്നടിച്ചു പറഞ്ഞിരുന്നു. അതായത് പ്രസ്താവനയിലൂടെ നിതീഷ് കുമാർ അച്ഛൻ്റെയും മകൻ്റെയും മുഖത്ത് ഒരു അടി തന്നിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു. RJD സർക്കാരിനെ ഇനി ആവശ്യമില്ലെന്ന് ബീഹാറിലെ ജനങ്ങൾ ശ്രീ പ്രസാദിന് കാണിച്ചു കൊടുത്തു എന്നുമാണ്, ലാലുജി പരാജയം അംഗീകരിച്ചു എന്നുമാണ് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായിട്ടുള്ള ഗിരിരാജ് സിംഗ് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ബീഹാറിൽ രാഷ്ട്രീയം വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് എന്തായാലും ഈ വർഷം തന്നെ പകുതിയോടടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ നിതീഷ് കുമാർ എന്തായാലും നേട്ടമുണ്ടാകണമെങ്കിൽ BJPയോടൊപ്പം തന്നെ നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും വീണ്ടും അധികാരത്തിൽ വരാനും BJP ബീഹാറിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനുമായിട്ടുള്ള സാധ്യത തന്നെയാണ് ബീഹാറിൽ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന RJDയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും എല്ലാ അർത്ഥത്തിലും ഒരു പരാജയമായി മാറിയിരിക്കുന്നു ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ ഈ ഒരു പ്രസ്താവന എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്.